നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 12-ന്. നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയതോടെ UDF-നുള്ളിൽ ചെയർമാൻ സ്ഥാനം ആർക്കെന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരുപോലെ അവകാശവാദവുമായി രംഗത്ത്. അയ്യപ്പൻകോവിൽ ആയിരൂപാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ തോട്ടം പിടിച്ചെടുത്തു. 300ഓളം വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം, ബോണസ് എന്നീ ഇനത്തിൽ ലഭിക്കാനുള്ളത് 6 കോടിയോളം രൂപ. ആകെയുള്ള മൺപാതയും തകർന്നതോടെ ഇടമലക്കുടി ഒറ്റപ്പെട്ട അവസ്ഥയിൽ. ഇതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം പോലും ലഭ്യമാക്കാനാവുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ ദിവസം രോഗിയുമായി എത്തിയ ആംബുലൻസ് റോഡിൽ കുടുങ്ങിയിരുന്നു. അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം. അടിമാലി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും 3 പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട്. പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് ഉണ്ടാകുന്നത് അമിത ജോലിഭാരം. വിശദമായ വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 12-ന് നടക്കും. നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയതോടെ UDF-നുള്ളിൽ ചെയർമാൻ സ്ഥാനം ആർക്കെന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരുപോലെ അവകാശവാദവുമായി രംഗത്തുണ്ട്. നിലവിൽ കേവല ഭൂരിപക്ഷം ലഭിച്ച UDF-നുള്ളിൽ ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് ഘടകകക്ഷികൾ രംഗത്തെത്തി. കോൺഗ്രസിൽ നിന്ന് K. ദീപക്കും മുസ്ലിം ലീഗിൽ നിന്ന് MA കരീമുമാണ് പരിഗണനയിലുള്ളത്. ജോസഫ് ജോണിനെ പരിഗണിക്കണമെന്ന് കേരള കോൺഗ്രസിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്. ഇനി 1 വർഷവും 4 മാസവും മാത്രമാണ് ഭരണ കാലാവധി അവശേഷിക്കുന്നത്. മുന്നണി ധാരണ പ്രകാരം പാർട്ടികൾക്ക് കാലാവധി വീതം വെച്ച് നൽകാനാണ് സാധ്യത. തൊടുപുഴയിൽ UDF ജില്ലാ കമ്മിറ്റി ചേർന്നെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്തില്ല. അടുത്ത ദിവസം തന്നെ കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ലീഗ് പാർട്ടികളുടെ മാത്രം സംയുക്ത യോഗം ചേരും. ഇതിൽ ഏത് പാർട്ടിക്ക് ആദ്യ ടൈം ചെയർമാൻഷിപ്പ് നൽകണമെന്ന് സംബന്ധിച്ച് ധാരണയാകും. ഇതിനുശേഷം അതത് പാർട്ടികൾ യോഗം ചേർന്ന് ആരാകണം തങ്ങളുടെ ചെയർമാനെന്ന് തീരുമാനിക്കും. ചെയർമാൻ രാജിവെച്ച നാൾ മുതൽ 21 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് നിയമം. നഗരസഭ 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെയാണ് 35-അംഗ കൗൺസിലിൽ UDF-ന്റെ അംഗബലം 13-ആയി ഉയർന്നത്. ഇതിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും 6 അംഗങ്ങൾ വീതവും കേരള കോൺഗ്രസിന് 1 അംഗവുമാണുള്ളത്. നേരത്തെ LDF 15, UDF 12, BJP 8 എന്നിങ്ങനെയായിരുന്നു നഗരസഭയിലെ കക്ഷിനില. എന്നാൽ LDF-നെ പിന്തുണച്ചിരുന്ന 11-ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെയും 9-ാം വാർഡ് കൗൺസിലറായിരുന്ന ജെസി ജോണിയെയും ഹൈക്കോടതി അയോഗ്യയാക്കിയിരുന്നു. ഇതോടെ 2 സീറ്റുകൾ കുറഞ്ഞ LDF 13 എന്ന നിലയിലെത്തി. LDF പിന്തുണയോടെ ചെയർമാനായ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ അകപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജിവച്ചിരുന്നു. വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമെന്നാണ് സനീഷ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അങ്ങനെ വന്നാൽ UDF-ന് 3.5 വർഷത്തിന് ശേഷം ഭരണം ലഭിക്കും. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സനീഷ് ജോർജ് LDF-നൊപ്പം തന്നെ നിന്നാൽ നറുക്കെടുപ്പ് വേണ്ടിവരും. അയ്യപ്പൻകോവിൽ ആയിരൂപാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ തോട്ടം പിടിച്ചെടുത്തു. 6 കോടിയോളം രൂപയാണ് 300ഓളം വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം, ബോണസ് എന്നീ ഇനത്തിൽ ലഭിക്കാനുള്ളത്. 2 വർഷത്തിലേറെയായി അയ്യപ്പൻകോവിൽ ആയിരൂപാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് PF, ബോണസ്, ശമ്പള കുടിശ്ശിക എന്നിവ മാനേജ്മെന്റ് നൽകിയിട്ട്. ഇതോടെ 6 മാസമായി തോട്ടത്തിൽ ജോലി ഇല്ലാത്ത അവസ്ഥയുമാണ്. ഈ സാഹചര്യത്തിൽ 300ഓളം വരുന്ന തൊഴിലാളികൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് കഴിയുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഒന്നുമില്ലാണ്ട് ഞങ്ങൾ കഴിഞ്ഞ ജനുവരി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ലാസ്റ്റ് ഞങ്ങൾക്ക് 1000 രൂപ വെച്ച് ഒരാഴ്ച പണി ഞങ്ങൾക്ക് 1000 രൂപ പോലും തരാത്ത അവസ്ഥയിൽ ഞങ്ങൾ വണ്ടി വിളിച്ച് ഒരു ദിവസം ഞങ്ങൾ വണ്ടിയെ വന്ന് പണിയെടുക്കുന്നവരാണ്. 900 രൂപ വേണം ഞങ്ങൾക്ക് ഒരു ദിവസം വണ്ടിക്കൂലി. അതുപോലും ഇല്ല. വണ്ടിക്കൂലി പോലും ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതേ രീതി അതുപോലെ തന്നെ PF 23 ഞങ്ങളുടെ PF ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും അവിടെ അടച്ചിട്ടൊന്നുമില്ല. പിന്നെ ബോണസ് എല്ലാ കാര്യം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പോകുന്നൊക്കെ പണിയില്ല. വെളിയിലെങ്ങും ഒരു പണിയില്ല ഞങ്ങൾക്ക്. പിന്നെ പ്രായമായവരിലൊക്കെ ഉള്ള വീടുകൾ ഇതേ ഇപ്പോൾ 2-3 പ്രായമായ തള്ളമാരുണ്ട് ഞങ്ങളുടെ പണിയുന്നത്. അവർക്ക് പോലും വർഷങ്ങളായിട്ട് 15 വർഷമായവർ ഇവിടെ പണിയെടുക്കാനുണ്ട്. ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, എടുക്കുന്നില്ല. അവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്, മരുന്ന് മേടിക്കാനായിട്ടുള്ള വശമില്ല ഞങ്ങൾക്ക് ആർക്കും ഒന്നും. ഇതുപോലെല്ലാം ഞങ്ങൾ ഭയങ്കര ദുരിതമാണ് ഞങ്ങളുടെ ജീവിതം ഇവിടെ. മാനേജ്മെന്റുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക തീർക്കാനോ ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ മാനേജ്മെന്റ് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് തോട്ടം തൊഴിലാളികൾക്ക് വീതിച്ചു നൽകുന്നതിന് വേണ്ടി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി തോട്ടം പിടിച്ചെടുക്കുവാൻ തീരുമാനിച്ചതെന്ന് തൊഴിലാളി നേതാവ് B. വിജയൻ പറഞ്ഞു.
ഈ തൊഴിലാളികളെ ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇടപെട്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ ഏതാനും ദിവസങ്ങൾക്കകം തൊഴിലാളികൾക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഓരോ ഏക്കർ വീതമുള്ള സ്ഥലം തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ സ്ഥലം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തോട്ടം തൊഴിലാളികൾ അവരവരുടെ കൈവശം പിടിച്ചെടുത്തിട്ടുള്ള 2 പേരുള്ള വീട്ടിൽ നിന്ന് ഒരാൾ ജോലി ചെയ്യും, ഒരാൾ പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്തിട്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കും. ആ തരത്തിൽ തോട്ടത്തിലെ ജോലികൾ ചെയ്തിട്ട് അതിനകത്തുനിന്ന് വരുമാനം എടുത്ത് അവർ തന്നെ എടുക്കുക. ആ തൊഴിലാളികൾക്ക് തന്നെ അതിനകത്ത് വരുമാനം എടുക്കാം. മുഴുവൻ കുടിശ്ശികയും കൊടുക്കാനായിട്ട് എപ്പോഴാണോ മാനേജ്മെൻറ്റ് ഇവിടുത്തെ യൂണിയനുകളുമായിട്ട് വന്ന് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി കാശുമായിട്ട് വരുന്നത്, ആ സമയത്ത് തോട്ടം തിരിച്ചു. ഇനി അത് കൂടുതൽ തോട്ടം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ തോട്ടം കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന തോട്ടം ഭാര്യയ്ക്കും ഭർത്താവിനും, ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ട്, 4 പേരുടെയും ഒരുമിച്ച് കൊടുക്കും. 5 പേരുണ്ട്, 5 പേരുടെ ഒരുമിച്ച് കൊടുക്കും. ഒരാളെ ഉള്ളെങ്കിൽ ഒരു പ്ലോട്ട് കൊടുക്കും. ഇങ്ങനെ 1 ഏക്കർ വീതമുള്ള പ്ലോട്ടുകൾ തിരിച്ച് ഇവിടെ 315 തൊഴിലാളികളാണ് ആകെയുള്ള റെക്കാർഡിക്കൽ തൊഴിലാളികൾ. ആ തൊഴിലാളികൾ പെർമനന്റോ ടെമ്പററിയോ കാഷ്വലോ എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുഴുവൻ തൊഴിലാളികൾക്ക് ഒരുമിച്ച് വീതിച്ചു കൊടുക്കുക എന്നുള്ളതിനൊക്കെയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന 300ഓളം തൊഴിലാളികളിൽ ഒരാൾക്ക് വീതം 1 ഏക്കർ എന്ന നിലയിലാണ് സ്ഥലം വീതിച്ചു നൽകുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം തൊഴിലാളികൾക്ക് ഉപജീവന മാർഗത്തിനായി ഉപയോഗിക്കാം. തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും മാനേജ്മെന്റ് എന്ന് നൽകുന്നോ അന്ന് കരാർ പ്രകാരം സ്ഥലം തിരിച്ചു നൽകുമെന്നും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ലേബർ ഓഫീസുകളിലും മന്ത്രിക്കും നൽകിയിട്ടുണ്ടെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായിട്ട് പല പ്രാവശ്യം തിരുവല്ലയിൽ പോയും അല്ലാതെയൊക്കെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടും ഒരു തരത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് ലേബർ മിനിസ്റ്റർക്കും ലേബർ കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ ജില്ലാ ലേബർ ഓഫീസർക്കും ഡെപ്യൂട്ടി ലേബർ ഓഫീസർക്കും പ്ലാന്റേഷൻ ഇൻസ്പെക്ടർക്കും ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർക്കും ജില്ലാ കളക്ടർക്കും SP-ക്കും DYSP-ക്കും ഉപ്പുതറ SHO-യ്ക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഐക്യ ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ 4 യൂണിയൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 4 യൂണിയൻ്റെ ഭാരവാഹികൾ സംയുക്തമായിട്ടാണ് ഞങ്ങൾ ഈ പരാതിയെല്ലാം കൊടുത്തിട്ടുള്ളത്. അതിന്മേൽ ചില അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനു പുറമെ ഞങ്ങൾ മാനേജ്മെൻറ്റുമായിട്ട് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി. ഏതെങ്കിലും തരത്തിൽ തോട്ടം തുറക്കുന്നതിന് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് ഞങ്ങൾ യൂണിയൻകാരും തൊഴിലാളികളും സന്നദ്ധരാണ് എന്നൊരു കാര്യം അവരെ അറിയിച്ചിട്ട് പോലും മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണം തോട്ടം വിൽക്കാതെ ഇനി മറ്റ് യാതൊരു നിർവാഹവുമില്ല എന്ന ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട ആ കടമ യൂണിയനുകൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ സംയുക്തമായിട്ട് എടുത്തൊരു തീരുമാനമാണ് തോട്ടം തൊഴിലാളികൾ കൈവശപ്പെടുത്തുക. എസ്റ്റേറ്റ് മാനേജ്മെന്റിന് കുടിശ്ശിക തീർക്കുന്നതിനും തുറന്ന് പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരാഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ട്. തീരുമാനം അനുകൂലമല്ലെങ്കിൽ തൊഴിലാളികൾ തങ്ങൾ പിടിച്ചെടുത്ത ഭൂമിയിൽ ജോലികൾ ആരംഭിക്കുമെന്നും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ആകെയുള്ള മൺപാതയും തകർന്നതോടെ ഇടമലക്കുടി ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ഇതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം പോലും ലഭ്യമാക്കാനാവുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം രോഗിയുമായി എത്തിയ ആംബുലൻസ് റോഡിൽ കുടുങ്ങിയിരുന്നു. പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നായയുടെ കടിയേറ്റ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ആംബുലൻസ് റോഡിൽ കുടുങ്ങിയത്. പിന്നീട് എതിർഭാഗത്ത് കിടന്നിരുന്ന മറ്റൊരു ജീപ്പിൽ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് വാക്സിൻ നൽകി. 2 ദിവസം റോഡിൽ കിടക്കുകയായിരുന്ന ആംബുലൻസ് കെട്ടിവലിച്ച് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇഡലിപ്പാറക്കുടിക്ക് മുകൾ ഭാഗം മുതൽ സൊസൈറ്റിക്കുടി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് ഒലിച്ചുപോയി. നിലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നികത്തിയും വലിയ കുഴികളിൽ മരത്തടികൾ നിക്ഷേപിച്ചും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇടമലക്കുടിയിലെ വൈദ്യുതി ബന്ധവും പൂർണ്ണമായി നിലച്ചു. ഇതോടെ മൊബൈൽ ഫോൺ നെറ്റ്വർക്കും ഇല്ലാതായി. നിലവിൽ ജനറേറ്റർ എത്തിച്ച ടവർ പ്രവർത്തന സജ്ജമാക്കി മൊബൈൽ നെറ്റ് പുനഃസ്ഥാപിച്ചു. വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ കുടിയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും പ്രതിസന്ധി തുടരുകയാണ്. പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം. അടിമാലി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും 3 പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട്. പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരമാണ് ഉണ്ടാകുന്നത്. മിനി ഫയർ സ്റ്റേഷനായി ഉയർത്തി കൂടുതൽ ജീവനക്കാരെ ഇവിടെ നിയമിക്കണമെന്നാണ് ആവശ്യം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലിയിൽ മിനി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ 23ഓളം ജീവനക്കാരാണ് ഈ മിനി ഫയർ സ്റ്റേഷന്റെ ഭാഗമായുള്ളത്. മികച്ച രീതിയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും സ്റ്റേഷൻ പരിധിയും പരിധിക്കുള്ളിൽ നടത്തുന്ന ഇടപെടലുകളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകുന്ന സ്ഥിതിയുണ്ട്.
അടിമാലി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും 3 പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട്. അടിമാലി, വെള്ളത്തൂവൽ, മാങ്കുളം, കൊന്നത്തടി, രാജാക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും അടിമാലി ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാകണം. ബൈസൺവാലി, സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും സേവനം ലഭ്യമാകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. കുറച്ചും കൂടെ അപകടകരമായ മേഖലയുള്ള നമ്മുടെ പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് വനമേഖല, ഡാമുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധിക ടൂറിസ്റ്റുകളൊക്കെ വരുന്ന പ്രദേശങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് കുറച്ചും കൂടെ സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിച്ച് ഈ മിനി ഫയർ സ്റ്റേഷൻ എന്നൊരു ഗ്രേഡിൽ നിന്ന് അതിനെ മാറ്റി കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സേവനം ആളുകൾക്ക് കിട്ടാൻ അറ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ അതിൻ്റെ ഒരു പ്രവർത്തനം കിട്ടുന്നതിന് കുറച്ചും കൂടെ സഹായകരമായ നിലപാട് സ്വീകരിച്ച് സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒന്ന് ഗവൺമെൻറ് പരിഗണിച്ച് തന്ന ഇടുക്കി ജില്ലയിലെ, പ്രത്യേകിച്ച് ദേവികുളം താലൂക്കിലെ അടിമാലി മേഖലയിലെ ആളുകളെ സഹായിക്കണം എന്ന് നമുക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാം. മിനി ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ 40-നടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും. ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും. രാജാക്കാട് കേന്ദ്രീകരിച്ചും നേരിമംഗലം കേന്ദ്രീകരിച്ചും പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മുമ്പ് പ്രഖ്യാപനം വന്നിരുന്നു. ഈ 2 യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമായാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകും. ഫയർ എഞ്ചിനുകൾക്ക് പുറമെ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിലേക്ക് ഒരു എമർജൻസി വാഹനമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നിലവിൽ ജില്ലയിൽ 8 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസമായി നടത്താനിരുന്ന സമ്മേളനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1 ദിവസമായി ചുരുക്കുകയായിരുന്നു. തൊടുപുഴ ജോഷ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, സുഹൃത്ത് സമ്മേളനം എന്നിങ്ങനെയായിരുന്നു പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. 3 ദിവസമായി നടത്താനിരുന്ന സമ്മേളനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1 ദിവസമായി ചുരുക്കുകയായിരുന്നു. സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി സജികുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PD പ്രസാദ് പ്രമേയം അവതരിപ്പിച്ചു. നിരവധി നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിന് മുന്നോടിയായി രജിസ്ട്രേഷനും പതാക ഉയർത്തലും നടന്നു. ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ വയനാട്ടിലേക്ക് അയച്ചു. ദുരിതാശ്വാസ സാമഗ്രികളുമായി പുറപ്പെട്ട വാഹനം കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, ADM ബി ജ്യോതി, ഡെപ്യൂട്ടി കളക്ടർമാരായ EN രാജു, അനിൽ ഫിലിപ്പ്, ഇടുക്കി LR തഹസിൽദാർ മിനി കെ ജോൺ, കളക്ടറേറ്റ് സീനിയർ സൂപ്രണ്ട് ബിനു ജോസഫ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും കളക്ടറേറ്റിലെയും ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതപ്പ്, ബെഡ്ഷീറ്റ്, കമ്പിൾ തുണികൾ, പാത്രങ്ങൾ, ഗ്യാസ് സ്റ്റവ്, പായ്കൾ, പലവ്യഞ്ജനങ്ങൾ മുതലായവയാണ് ഇടുക്കിയിൽ നിന്നും വയനാട്ടിലേക്ക് അയച്ചത്. കട്ടപ്പന ടൗൺ ഹാളിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. ഞായറാഴ്ച രാത്രി 10:15 ഇടുക്കിക്കവല ഭാഗത്തു നിന്നും വന്ന വാഹനവും ITI ജംഗ്ഷൻ ഭാഗത്തു നിന്ന വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കട്ടപ്പന ടൗൺ ഹാളിന് സമീപമാണ് അപകടം നടന്നത്. ഇടുക്കിക്കവല ഭാഗത്തു നിന്ന് വന്ന ഫോർച്യൂണർ വാഹനവും ITI ജംഗ്ഷൻ ഭാഗത്തു നിന്ന് വന്ന പോളോ കാറുമാണ് കൂട്ടിയിടിച്ചത്. 2 വാഹനങ്ങളും കട്ടപ്പന സ്വദേശികളുടേതാണ്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പാതയിൽ നേരിയ തോതിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ഭിന്നശേഷിക്കാരായ പൗരന്മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതിനായി സഞ്ജീവനം 2K24 എന്ന പേരിൽ സേവന പദ്ധതി ഒരുങ്ങുന്നു. ആഗസ്റ്റ് 7 ഇരട്ടയാറിൽ നടക്കുന്ന പരിപാടി ഇടുക്കി RTO PM ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷിക്കാരായ പൗരന്മാർ നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത് ജീവിതത്തിന്റെ വലിയൊരു സമയം പാഴാക്കുകയാണ്. ഇതിനൊരു പരിഹാരമായാണ് സഞ്ജീവനം 2K24 ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് സഞ്ജീവനം 2K24 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി ഒരു പേര് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റന്നാൾ 7 ഇരട്ടയാറ് വെച്ചിട്ട് ലേണേഴ്സ് ലൈസൻസ് അതിൻ്റെ പരീക്ഷയും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അതിനു വേണ്ടിയിട്ട് നെടുങ്കണ്ടത്തെ ഡോക്ടേഴ്സ് സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫണ്ട്, ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് ആവശ്യമായ ഫണ്ട് 2 സംഘടനകൾ,
ഒന്ന് റോട്ടറി ക്ലബ്ബ് വലിയ തോവാളയും അതുപോലെ തന്നെ ചേറ്റുകുഴി ലയൺസ് ക്ലബ്ബ് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അതിൻ്റെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് ചെയ്യുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA അവിടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മറ്റു സംഘടനകൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിൻ്റെ പൂർണ്ണമായും അവരുടെ സപ്പോർട്ട് കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്കും ഓൺലൈൻ ചെയ്യേണ്ട വർക്കൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതെല്ലാം അവർ സഹകരിക്കുന്നുണ്ട്. പിന്നെ ഇരട്ടയാറിലുള്ള ഒത്തിരി യൂത്ത് അതുപോലെ തന്നെ ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും. ഭിന്നശേഷിക്കാർക്കായി ഇരട്ടിയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂൾ അങ്കണത്തിലാണ് ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ENT സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു കുറവുണ്ട് ശരിക്കും പറഞ്ഞ ഈ ഭാഗത്ത്. അപ്പോൾ അത് മാത്രമല്ല, അവരുടെ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറീസിൻ്റെ സഹായം വേണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ENT സർട്ടിഫിക്കറ്റ് നേരത്തെ ഉള്ളവർ, അതായത് ഹോസ്പിറ്റലുകളിൽ പോയി ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചവർ വരുവാണെങ്കിൽ എളുപ്പമാണ്. മറ്റേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം കേൾവി ശക്തിയുടെ പെർസെൻറ്റേജ് നമുക്ക് അറിയാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നമ്മൾ ഇതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മറ്റേ ഇരട്ടയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വന്ന് സൗകര്യത്തിന് ടെസ്റ്റൊക്കെ നടത്താൻ. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ അവർക്കാണ് അതുമായിട്ട് നല്ല പരിചയമുള്ളത്. ഇവരുടെ ആപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ പരിചയമുള്ളത് അവരാണ്. അപ്പോൾ അവരുടെ സഹകരണം ഉണ്ടാവും. ഈ പറഞ്ഞ റോട്ടറിയുടെയും അതുപോലെ തന്നെ ലയൺസ് ക്ലബിൻ്റെയും ഒക്കെ വോളണ്ടിയേഴ്സും ഒക്കെ ഈ പ്രോഗ്രാമിൽ അവിടെ സന്നിഹിതരായിരിക്കും. മെഡിക്കൽ പരിശോധനയ്ക്കായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി സിവിൽ സർജൻ ഡോക്ടർ ശ്രീജിത്ത്, നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘവും പരിശോധന നടത്തും. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അവരിത്ര നാളും വീടിൻ്റെ ഉള്ളിലായിരുന്നു. അവരെയൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി സഹായിച്ചത് ഗവൺമെൻറ്റാണ്. അവർക്ക് മുച്ചക്ര വാഹനം കൊടുക്കും. ഈ മുച്ചക്ര വാഹനം കൊടുക്കുമ്പോൾ ഇവരെല്ലാം ചെയ്തതെന്നു വെച്ചാൽ ലേണേഴ്സ് മാത്രമേ മേടിക്കാറുള്ളൂ. ജില്ലാ പഞ്ചായത്താകട്ടെ, ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, ഈ ഗ്രാമപഞ്ചായത്താകട്ടെ, ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മുച്ചക്ര വാഹനം കൊടുക്കുക. എന്നിട്ട് എന്നാ ചെയ്യുക, ഈ മുച്ചക്ര വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റോ അല്ല മറ്റു വണ്ടി വന്ന് കയറിയാലോ ഇവർക്ക് യാതൊരു ക്ലെയിമും കിട്ടാത്തതിൻ്റെ കാരണം അവർക്ക് ലൈസൻസ് ഇല്ല. ഈ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് ലൈസൻസ് എടുക്കാൻ ചെല്ലാൻ പറയാറുണ്ട്. പക്ഷെ ആരും പോകത്തില്ല. ഒന്നാമതെ അതിനുവേണ്ടി മെനക്കെടാറില്ല. പിന്നെ ഒരു മുച്ചക്ര വാഹനം കിട്ടിയപ്പം 10 ലോട്ടറി വിറ്റാലേ അന്ന് കഴിയാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അവർ ഈ ലൈസൻസ് എടുക്കാതെ ഇങ്ങനെ നടക്കുന്ന കുറേ അപകടങ്ങളുണ്ടായപ്പോൾ ഞങ്ങളോടൊക്കെ പലയിടത്തും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അങ്ങനെ മടിയുള്ളവരല്ല, നമുക്കൊരു ലൈസൻസ് കൊടുക്കാനുള്ള ഒരു പരിപാടി ക്യാമ്പയിൻ ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഈ 2 സാറുമാരാണ് മുൻകൈ എടുത്തത്. വലിയ തോവാള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ് ഓഫ് ചേറ്റുകുഴി എന്നീ സംഘടനകളാണ് പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത്. വാർത്താസമ്മേളനത്തിൽ SKDAWF ജില്ലാ പ്രസിഡന്റ് ശിവൻകുട്ടി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫ്രാൻസിസ് S, മുജീബ് PS, ജോസ് മാത്യു പുല്ലാന്തനാൽ, റോമി ദേവസ്യ, ബിനു V ബേബി, ജോജോ മരങ്ങാട്ട്, ജെയിംസ് മടിക്കാങ്കൽ, ഉത്തമൻ, സിബി സെബാസ്റ്റ്യൻ, സലിം N, നിഖിൽ N, സജീവ് കുമാർ, ബിജോ സെബാസ്റ്റ്യൻ, ഷാജി TS തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 9440035337, 9444783599, 9961895592 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വയനാട് മുണ്ടക്കലിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി കട്ടപ്പനയിലെ 3 സ്വകാര്യ ബസ്സുകൾ. കോളി ഫാമിലി ഗ്രൂപ്പിന്റെ 3 ബസ്സുകളാണ് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ദുരിതമനുഭവിക്കുന്നവർക്കായി നൽകുന്നത്. കട്ടപ്പന പാല, കട്ടപ്പന കുമിളി, കട്ടപ്പന തൊടുപുഴ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഹോളി ഫാമിലിയുടെ 3 ബസ്സുകളിൽ ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി നൽകുന്നത്. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിക്കും. ഹോളി ഫാമിലിയുടെ 3 വണ്ടികളും ദുരന്തമുഖമായ വയനാട്ടിലേക്ക്
നമ്മളൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ്. അന്നേ ദിവസം നമുക്ക് ടിക്കറ്റൊന്നും കൊടുക്കാതെ കിട്ടുന്ന കളക്ഷൻ പൈസ നമുക്ക് വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച കാരുണ്യയാത്രയിൽ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് MK തോമസ് ആദ്യ സംഭാവന നൽകി. കട്ടപ്പനയെ സംബന്ധിച്ച് കട്ടപ്പനയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. വയനാട്ടിലേക്ക് ദുരന്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ച കട്ടപ്പനയിലെ ഉടമയായ ഉടമയ്ക്കും അത് ജീവനക്കാർക്കും കട്ടപ്പന അസോസിയേഷൻ്റെ പേരിലുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സംരംഭത്തിന് യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചതും. അറിയിപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായ സംഭവം ഉണ്ടായിട്ടില്ല. വയനാട്ടിലെ 359 പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. ഇനിയും 10-200 പേര് ഇപ്പോഴും കാണാമറിയത്താണ്. ആ വയനാട്ടിലൊരു കൈത്താങ്ങായി ഹോളി ഫാമിലിയുടെ ബസ് 3 ബസ്സാണ് ഹോളി ഫാമിലിയുടെ നിന്ന് വയനാടിൻ്റെ കൈത്താങ്ങായി സർവീസ് നടത്തുന്നത്. ഇന്ന് ടിക്കറ്റൊന്നും കൊടുക്കാതെ മുഴുവൻ യാത്രക്കാരിൽ നിന്നും വയനാടിൻ്റെ ദുരിതവുമായി ബന്ധപ്പെട്ട് ഉള്ള പൈസയാണ് അവർ വാങ്ങുന്നത്. ഈ സഹായ ഫണ്ട് എല്ലാവരും ദുരിത മേഖലയിലേക്ക് സഹായം ചെയ്യണമെന്നും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ നാടൊന്നാകെ സഹായിക്കുന്നതിനൊപ്പം ഹോളി ഫാമിലി ഗ്രൂപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമായി മാറിയിരിക്കുകയാണ്. ദുരിതബാധിതർക്കായി കൈകോർത്ത കട്ടപ്പനയിലെ വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന നേതൃത്വം 14 വീടുകൾ നിർമ്മിച്ചു നൽകും. വീട് നിർമ്മാണത്തിനായി ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം ആരംഭിച്ചു. കേരളത്തിന്റെ ഹൃദയം തകർത്ത വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവരെ കൈപിടിച്ചുയർത്താൻ വിവിധ സംഘടനകളും വ്യക്തികളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വയനാട്ടിലെ ദുരിതബാധിതർക്കായി കൈകോർക്കാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരള വ്യാപാരി വ്യവസായി സമിതി വീട് നഷ്ടപ്പെട്ടവർക്ക് 14 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1 വീടാണ് നിർമ്മിച്ചു നൽകുക. ഇതിനായുള്ള ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫണ്ട് സമാഹരണത്തിൽ കട്ടപ്പന നഗരത്തിലെ വ്യാപാരികൾ വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തത്തെ നേരിട്ട് കേരളം നിൽക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിന്റെ പാതി വഴിയിൽ എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന കുറേ അധികം ആളുകൾ, അവരുടെ വിഷമങ്ങളും വേദനകളും നമുക്ക് ചിന്തിക്കാവുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു ഇതായി മാറി. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ ഒരു ദുരന്തത്തെ അവർ വളരെ ദുഃഖകരമായിട്ടുള്ള വേദപ്രകടനങ്ങളും മറ്റു സഹായങ്ങളും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർ കേരള സർക്കാർ മുഖേനയും നേരിട്ടും അല്ലാതെയൊക്കെയായി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഈ അവസരത്തിൽ കേരള വ്യാപാരി വ്യവസായി സമിതി ഒരു തീരുമാനമെടുക്കേണ്ടായി. അവിടെ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് 14 വീടുകൾ നിർമ്മിച്ചു നൽകുവാനും ഓരോ ജില്ലാ കമ്മിറ്റിയുടെ വകയായി ഓരോ വീടുകൾ, അത് വയനാട്ടിലെ കച്ചവടം നഷ്ടപ്പെട്ടു പോയവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റു പൊതുവായിട്ടുള്ള പൊതുവിഭാഗങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയ അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ 14 വീട് വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓഗസ്റ്റ് 2-ാം തീയതി മുതലാണ് ഫണ്ട് സമാഹരണം ആരംഭിച്ചത്. വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികളായ MR അയ്യപ്പൻകുട്ടി, ഷിനോജ് GS, റജികുമാർ, M ജഹാംഗീർ, PM ഷെഫീഖ്, PJ സജീവ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയി സമർപ്പിച്ചിരിക്കുന്ന പെറ്റീഷന് 20 ലക്ഷം ആളുകളുടെ ഒപ്പുശേഖരണത്തിനായി 2 യുവാക്കൾ. മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ ബൈക്ക് യാത്ര നടത്തിയാണ് ഇവർ ഒപ്പുശേഖരണം നടത്തുന്നത്. വണ്ടിപ്പെരിയാറിൽ നടന്ന യാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ നിർവഹിച്ചു. മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെയാണ് 2 യുവാക്കൾ ബൈക്ക് യാത്ര നടത്തുന്നത്. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് 128 വർഷങ്ങൾ പിന്നിടുകയാണ്. ഡാമിന്റെ ശില്പി കേണൽ ജോൺ പെന്നിക്കുക്ക് തന്നെ ഡാമിന്റെ കാലാവധി 50 വർഷമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 128 വർഷം പിന്നിടുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട കേരളം സുപ്രീം കോടതിയിൽ പരാതി നൽകുകയും ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു.
ഈ സാഹചര്യത്തിൽ സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് തമിഴ്നാട് ജനതയ്ക്ക് ജലവും ലഭ്യമാക്കി പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ഈ പെറ്റീഷനിലേക്ക് 20 ലക്ഷം പേരുടെ ഒപ്പുശേഖരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2 യുവാക്കൾ മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ ഒപ്പുശേഖരണ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ബൈക്ക് യാത്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് കേരള ബോർഡർ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യം ഉയർത്തിയവർ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം, തമിഴ്നാടും കേരളവും തമ്മിലുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജലവും വെള്ളവും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അല്ലാതെ മറ്റൊരു ഇതിൽ തമ്മിൽ അന്തർ സംസ്ഥാന തർക്കങ്ങളിലേക്കോ മറ്റ് വിഷയങ്ങളിലേക്കോ പോകാതെ എല്ലാ തരത്തിലും അതിൻ്റെ ഉയർന്ന മാനം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് യാത്ര. വലിയൊരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കാശ്മീർ വരെ യാത്ര ചെയ്യുകയാണ്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 12,890 കിലോമീറ്റർ യാത്ര ചെയ്ത് 1.5 മാസം കൊണ്ട് കാശ്മീരിൽ എത്തിച്ചേരുക. അവരുടെ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണുള്ളത്. അതിന് വണ്ടിപ്പെരിയാർ സ്വദേശികളായവരെ തയ്യാറായെന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനകരവുമാണ്. ഏതൊരു വ്യക്തികളുടെയും ജീവിത അഭിലാഷമാണ് ഹിമാലയ സന്ദർശനം. ഇതിനായി നമ്മൾ ജീവനോടെ ഇരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ 6 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് ബൈക്ക് യാത്ര നടത്തുന്നതെന്ന് യുവാക്കൾ പറഞ്ഞു. കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇന്ത്യ മൊത്തം യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ ആ യാത്രയിൽ തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ വന്നൊരു ലക്ഷ്യം ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്നൊരു ബാനറാണ്. അഡ്വക്കേറ്റ് റസൂൽ ജോയ് ഒരു പെറ്റീഷൻ പ്രൈം മിനിസ്റ്ററിന് സമർപ്പിക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ സമർപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൽ 20 ലക്ഷം പേരുടെ ഒപ്പ് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. 20 ലക്ഷം പേരുടെ ഒപ്പ് വേണം. അതിനുവേണ്ടി നമ്മൾ ഈ സ്കാനർ വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിജി ആയിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 129 വർഷം പഴക്കമുള്ള ഒരു ബോംബ് നമ്മുടെ മണ്ടയിൽ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിജിറ്റലായിട്ട് എന്തായാലും എല്ലാവരും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഉറപ്പായിട്ട് ഒരു ഡിജി സൈൻ ഉറപ്പാണ് ഇതിന് രേഖപ്പെടുത്താൻ. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ് ഈ യാത്ര ചെയ്യുന്നത്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 47, വിൽപ്പനയ്ക്ക് വന്നത് 7,653, വിൽപ്പന നടന്നത് 6,967, കൂടിയ വില 2,451, ശരാശരി വില 2,206. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 662 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 70, റബ്ബർ 203. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,470 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 12-ന്. നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയതോടെ UDF-നുള്ളിൽ ചെയർമാൻ സ്ഥാനം ആർക്കെന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരുപോലെ അവകാശവാദവുമായി രംഗത്ത്. അയ്യപ്പൻകോവിൽ ആയിരൂപ്പാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ തോട്ടം പിടിച്ചെടുത്തു. 300ഓളം വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം, ബോണസ് എന്നീ ഇനത്തിൽ ലഭിക്കാനുള്ളത് 6 കോടിയോളം രൂപ.
ആകെയുള്ള മൺപാതയും തകർന്നതോടെ ഇടമലക്കുടി ഒറ്റപ്പെട്ട അവസ്ഥയിൽ. ഇതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം പോലും ലഭ്യമാക്കാനാവുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ ദിവസം രോഗിയുമായി എത്തിയ ആംബുലൻസ് റോഡിൽ കുടുങ്ങിയിരുന്നു. അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം. അടിമാലി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും 3 പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട്. പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് ഉണ്ടാകുന്നത് അമിത ജോലിഭാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.